കേരള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന ഈ തിരച്ചിൽ നടപടി പ്രക്രിയ കുറച്ചുകൂടി ഊർജിതമായി തുടരുക തന്നെ വേണമെന്നാണ്. We want to continue this process till we get a result. That is our request. ഇത് ഇങ്ങനൊരു ആവശ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടകത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഊർജിതമാക്കുക, തിരച്ചിൽ പ്രക്രിയ തുടരുക, ഈ രണ്ടാവശ്യമാണ് നമുക്കുള്ളത്. ഒരു ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ അത് നടക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ആ അഭ്യർത്ഥന ഞങ്ങളിവിടെ ആവർത്തിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നും കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ശ്രമങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളാണ് ജില്ലാ ഭരണകൂടവും മറ്റു നേതൃത്വം ചെയ്യുന്നത്. ഇവിടുത്തെ MLA ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിന് കുറേ പുതിയ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൂടി I think he is thinking of bringing a dredger, isn't it? No. It is a forklift. Barge-mounted forklift. Barge-mounted forklift, but only the hitch is C-mount and that railway bridge underpass. Railway bridge underpass height of the water is 5 meters from the zero point. Now we have to check. I have already given the intimation to 3-4 people. Particularly maximum 5 meter height, one barge along with the forklift. If we are getting that, then nothing to worry about. That we are trying. I have given the intimation to Bombay and Cochin and Goa shipyards. That the contractor will tell us any possibilities there. കർണാടക ഇവിടുത്തെ MLAയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ പോംവഴികളും അദ്ദേഹം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയും അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. ശ്രീ ഈശ്വർ മാൽപ്പയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങളോ കൂടുതൽ സജ്ജീകരണങ്ങളോ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടോ നിലവിൽ? അല്ല, അതാണല്ലോ MLA പറഞ്ഞല്ലോ, ഇങ്ങനെ ചില സാധ്യതകൾ ആരായുകയാണ്. തീരുമാനമില്ല. ഓരോ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പരിശോധിക്കുകയും അടുത്ത സാധ്യതയിലേക്ക് പോവുകയും വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോ സാധ്യതയും പരിശോധിക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊരു നിർദ്ദേശം വന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തിരക്കിലാണിപ്പോൾ. അപ്പോൾ അത് ഏത് ശ്രമവും വിജയിക്കുമെന്ന പ്രത്യാശയോടുകൂടിയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ MLA ആണെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി ജില്ലാ ഭരണകൂടവുമായും ഗവൺമെൻറ്റുമായും ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയുമെന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ നൽകാൻ കേരള ഗവൺമെന്റും തയ്യാറാണ്. ഇപ്പോൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. നമ്മൾ കാണുന്ന തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ആ സംവിധാനം കൂടി കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിൽ ഡ്രഡ്ജ് ചെയ്ത് കഴിയാൻ പറ്റും. അതാണല്ലോ ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ആലോചിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാലാണ് ഈ തെരച്ചിൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക എന്നാണ്. നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തള്ളിക്കളയാതെ അത് ഓരോന്നോരോന്നായി പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കർണാടക ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിലെ കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശങ്ങൾ, യോഗത്തിലെ തീരുമാനങ്ങളും പുതിയ സംവിധാനങ്ങൾ എത്തിക്കുന്നു. അത് ടഗ് ബോട്ട് പറഞ്ഞു, ഫ്ലോട്ടിംഗ് സംവിധാനം പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. No, floating, I told you, because of the barge cannot come with the particularly in that span, because of height. Otherwise, there is no problem at all to bring. And one pontoon you can check with the he is their FOK.
we have loaded, tried to load it, but the vehicle was tilted because the tonnage of that pontoon is more than 25 tons. Capacity of the truck is not more than 15 tons. We cannot appear, we cannot bring one more problem. The purpose of bringing the tugboat or the phantom was to create an anchor. You must have seen that already we have created the anchor and we have dived inside. So that requirement is actually, the purpose of it is solved. So even if you bring the same output as what was expected, that anyway we have done yesterday. But actually, what is the issue of dredging here? Dredging we had tried, but we were not able to reach. So as you can see, the entire side we have dredged, and sir has also put a lot of effort to get it done. Day and night sir has been standing here and he has got it done. It is very difficult for us to reach to the exact point where the truck might be located. Ma'am, any move today? Any move by from the Navy? No, it is not separately the Navy or the Army. It is a joint operation. All of us are working here together. And today, one more point we have that is pending to cover. That point we will try to go in. And, The local fishermen will continue that deep diving. Yes, Where yes. local fishermen are not doing the deep diving, there is only expert team. Ishwar. That is Ishwar and his team. They are the expert people who will do the diving. Local fishermen are again assisting them in terms of As an anchoring. anchoring part, they are doing. Okay, thank you. I am talking on not that now. Pontoon, bed, this Poklane. Yeah, that may help. Do you think that will help us? That will help because now see, mud is there on top of the vehicle, more than 4 meters, 3 meters, and stones are there, and one big banyan tree is there. That we have to cut it. Means we have to open the mouth like that. Now that island, no, because of this type of water also, it is stuck. That means with the leaf and all, the banyan tree which fall inside in cross like that, it will not give the weight to the water or leave the water directly flow. You got my point, no? Otherwise this mud would have been washed out. No, we will try whatever best from the district administration and police department, and your people are also. We will try, but whenever we have tried, we are not getting the result. We are also upset. See, I am telling you again, don't take that tension that Arjun is only not there. With the Arjun, our 2 persons are also there. They are crying today. They are telling, at least give one shirt of my dad. That daughter has given the press, at least you bring one shirt piece of my dad. That is not possible today. Hello? Yeah. See, this is what we are facing, and we are working and we are trying it. That you have seen day and night. Okay. We will try our level best. Let us go to the field and we will work something. Okay. When will be the procliner reaching? No, only the problem is the hitch of that Konkan Railway bridge. Okay. So it One will take more time. bridge, there is no problem. That is 7.1 meter height. Here it is 5 meter. You got my point, no? We are thinking how to bring it. We are taking the idea from different people. This is the situation. What we have to do it. Okay. Sir, we are trying our level best. Sir. Don't worry, sir. We believe you. Yes, sir. Thank you. Please. Okay.